പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലവും ദൈവത്തിനുമായി നിങ്ങളുടെ മുൻപിൽ നിൽപ്പാൻ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ ആലോചന കേൾക്കുവാൻ കാതുകൾ നമുക്ക് ദൈവസന്നിധി സമർപ്പിക്കാം. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന, രാവിലെ ദൈവശബ്ദം കേൾക്കുന്നവൻ ആറ്റരീത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവും. ദൈവശബ്ദം കേൾക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവും. പ്രതിസന്ധിയും പ്രശ്നവും ഒന്നും വരത്തില്ലെന്നല്ല, പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും അതിനെ ഫേസ് ചെയ്യുവാനുള്ള ഒരു വലിയ ദൈവകൃപ നമ്മുടെ ജീവിതത്തിന്മേൽ പകരും. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എൻ്റെ മെസ്സേജ് കിട്ട് എന്നെ വിളിക്കുന്ന ജാതിമത ഭേദമന്യേ എന്നെ വിളിക്കുന്ന ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് എന്നെ വിളിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. കാനഡ, UK, സ്വിറ്റ്സർലൻഡ്, യൂറോപ്പ്, ഗൾഫ് നാടുകളിലെ ബോംബെ, ഡൽഹി എല്ലാ ഇടങ്ങളിലുമുള്ള ജാതിമത ഭേദമന്യേ എല്ലാ ദൈവമക്കളും എന്നെ വിളിക്കുന്നു. അനേക മെസ്സേജസുകൾ വരുന്നുണ്ട്. ഞാൻ അന്നേരം റീഡ് ചെയ്തില്ലെങ്കിലും എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ എല്ലാത്തിനും എൻ്റെ പരിമിതി നിന്നുകൊണ്ട് ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. എൻ്റെ സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാ വിഷയങ്ങളും ഞാൻ ഓർക്കുന്ന വിഷയങ്ങളൊക്കെ എല്ലാവരുടെയും വിഷയങ്ങൾ അതാത് സമയങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് തരുന്ന സപ്പോർട്ടിനെ ഓർത്ത് നന്ദി എല്ലാവരോടും അറിയിക്കുന്നു. എടുത്തു പറയത്തക്ക കഴിവുകളോ വലിയ ബിരുദങ്ങളോ പ്രസംഗശാസ്ത്രങ്ങളോ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. പ്രസംഗശാസ്ത്രം ഒന്നും എനിക്കറിയത്തില്ല. വലിയ ഒന്നും നിങ്ങളെപ്പോലുള്ള സാധാരണ വീട്ടമ്മയാണ് ഞാൻ. പക്ഷെ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്ന് പകല് ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തെ വായിക്കുന്നു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നത് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരിക്കുന്നു. താൻ മുമ്പേ ചെയ്യുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അവിടെ പറയുന്നു, മുമ്പ് ചെയ്തതുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഒരു പ്രശ്നം വന്നു, അതിൽ കുടുങ്ങിയപ്പോഴല്ല ദാനിയേൽ പ്രാർത്ഥിച്ചത്. ദാനിയേലിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു പ്രാർത്ഥന. ഒരു ഭക്തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് പ്രാർത്ഥന. ഒരു പ്രശ്നം വരുന്നതിന് മുമ്പേ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന എന്തിനാണെന്നറിയാമോ? നമുക്ക് ആ പ്രശ്നത്തെ ഫേസ് ചെയ്യാനുള്ള ഒരു വലിയ ദൈവ സാന്നിധ്യം നമുക്കുണ്ടാകും. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും കഷ്ടങ്ങളും നമ്മുടെ വീഴ്ച കാണേണ്ടതിന് കാത്തിരിക്കുന്നവരും നമ്മളെ ലജ്ജിപ്പിക്കാൻ, നാം ലജ്ജിതരായി തീരാൻ നോക്കിയിരിക്കുന്ന പലരും നമ്മുടെ ചുറ്റുപാടുള്ളപ്പോൾ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ നാം ആശ്രയിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ കരങ്ങളിൽ നാം ചാരുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം പ്രാർത്ഥനയായി കഴിഞ്ഞാൽ സകലത്തെയും അതിജീവിക്കാനുള്ള ഒരു വലിയ ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിത്തരും. ദാനിയേലിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞതാ പ്രാർത്ഥന. എന്താണ് പ്രശ്നം? തന്നെ സിംഹക്കുഴിയിൽ ഇടാനുള്ള കാരണം എന്താ? ദാനിയേൽ കഴിവുള്ളവനെന്നറിയാം, രാജാവിന് ഇഷ്ടമുള്ളവനാ, എല്ലാവരിലും വിശിഷ്ടനാ, ദൈവത്തിൻ്റെ പ്രിയ പുരുഷനാ ദാനിയേൽ. നമുക്കറിയാം, കഴിവുള്ള ഒരാളെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ഓഫീസിലായാലും വീട്ടിലായാലും സഭയിലായാലും ദേശത്തായാലും ആരും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. പക്ഷെ ഇവിടെ 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരു കാരണം കണ്ടെത്തുവാൻ നോക്കി, എന്നാൽ ദാനിയേലിനൊരു കുറ്റവും കണ്ടില്ല. പലതിലും അകപ്പെടുത്തുവാൻ ശ്രമിച്ചു, പക്ഷെ ദാനിയേലിന് ഒരു കുറ്റവും കണ്ടെത്താൻ പറ്റിയില്ല. എന്നാൽ എങ്ങനെയെങ്കിലും ഒരു കുറ്റം ചുമത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ, രാജാവിനെ അല്ലാതെ ഇവിടെ ആരെയും ആരാധിക്കേണ്ട. ഒരു കൽപ്പന. പ്രതീക്ഷിക്കാതെ വന്ന പ്രശ്നം നമുക്ക് വരുന്ന പോലെ തന്നെ. ദിവസം 3 നേരം പ്രാർത്ഥിച്ച ദാനിയേല ദൈവത്തിൻ്റെ പ്രിയ പുരുഷനാ, പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയ ഭക്തനാ. നമുക്കാണെങ്കിൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ നമ്മൾ പറയും, ഞാൻ 3 നേരവും പ്രാർത്ഥിച്ച, ഒരു നേരമല്ല, ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നതാ, ദൈവത്തിന് വേണ്ടി കൊടുത്തതാ, എന്തെല്ലാം കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തതാ. പക്ഷെ ദാനിയേൽ ഇതൊന്നും പറഞ്ഞില്ല. കുറച്ച് നാളത്തേക്ക് പ്രാർത്ഥന ഇല്ലാതെ നമ്മളൊക്കെ ആയിത്തീരുമ്പോൾ, ബൈബിൾ പോലും വായിക്കാതെ
നമ്മുടെയൊക്കെ ജീവിതം പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലേക്കായി തീർന്നപ്പോൾ ദാനിയേൽ പിറുപിറുത്തില്ല, രാജാവിനോട് പരാതി പറയാൻ പോയില്ല. ദാനിയേലിന് മനസ്സിലായി, എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല, ഞാൻ ഇരിക്കുന്ന ഇടത്ത് ദൈവസാന്നിധ്യമുള്ള ഇടമാക്കി മാറ്റണമെന്ന് ദാവീദ് തോന്നി. ഒരു ഭക്തന്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം കർത്താവിനറിയാം. ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഏത് പ്രശ്നം വന്നാലും കർത്താവിനറിയാം. കർത്താവ് നേരിട്ട് ഇടപെടും, നേരിട്ട് മുൻകൂട്ടി നമ്മളോട് സംസാരിക്കും. എന്നാൽ ദാനിയേലിന് ഒരു പ്രശ്നം വരുന്നതിന് മുമ്പേ ദാനിയേൽ ദൈവത്തോടടുത്തു. അതുകൊണ്ട് ഒരു പ്രശ്നം വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ആ പ്രശ്നത്തിൽ ഇറങ്ങി വന്നു, ആ പ്രശ്നത്തിൽ ഇടപെട്ടു. പ്രശ്നം നമ്മുടെ കൂട്ട് തന്നെ ദാനിയേലും ആ പ്രശ്നത്തെ ഫേസ് ചെയ്യേണ്ടി വന്നു. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. പ്രാർത്ഥിച്ച ദാനിയേല്, ദൈവത്തിന്റെ പ്രിയ പുരുഷനായ ദാനിയേല്, രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ, ഉത്കൃഷ്ട മനുഷ്യൻ, ഇതെല്ലാമായിട്ടും ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടു ദൈവം. എന്നാൽ പ്രാർത്ഥിച്ച ദാനിയേലിനെ സിംഹക്കുഴി ഒഴിവായില്ല. നമ്മളെപ്പോലെ നമ്മളും പ്രാർത്ഥിച്ചിട്ടും പല പ്രശ്നങ്ങളും നമ്മൾ ഓർത്തിട്ടുണ്ട് ഒഴിവാകും, എന്നാൽ പലതും നമുക്ക് ഒഴിവായിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നു, സിംഹത്തിൻ്റെ വായെ അടച്ചു. സിംഹം ദാനിയേലിനെ തൊടാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിച്ചില്ല. പ്രാർത്ഥിച്ച ദാനിയേലിന് ഒരിക്കലും സിംഹക്കുഴി ഒഴിവായില്ല. ദൈവം അതിൻ്റെ വായെ അടച്ചു. അതാണ് പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേകത. പ്രാർത്ഥിക്കുന്നവർക്ക് പ്രശ്നമുണ്ട്, രോഗമുണ്ട്, പ്രതിസന്ധിയുണ്ട്. കർത്താവ് പറഞ്ഞ ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും കഷ്ടമില്ലെന്നല്ലേ പറയത്തില്ല, കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് പ്രശ്നമുണ്ട്. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു, സങ്കടപ്പെടുത്തി, വേദനിപ്പിച്ചു. ഇതെല്ലാം നമ്മളോട് ചെയ്ത പോലെ ദാനിയേലിനോട് ചെയ്തു. എന്നാൽ ദാനിയേലിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല, ദാനിയേലിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടില്ല. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ നമ്മൾ എത്ര നാൾ ഈ ഭൂമിയിലായിരിക്കുന്നോ അത്രയും ദിവസം നമ്മളെയും സങ്കടപ്പെടുത്താം, വേദനിപ്പിച്ചേക്കാം, ദുഃഖിപ്പിച്ചേക്കാം. എന്നാൽ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും കർത്താവിലാണെങ്കിൽ ഒരു ഭക്തൻ ലജ്ജിപ്പാൻ ദൈവം ഇടയാക്കത്തില്ല. എന്നാൽ ലജ്ജിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നവരുടെ നടുവിൽ നമ്മൾ ലജ്ജിച്ചു പോകത്തില്ല. നാം ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ശത്രു ലജ്ജിച്ചു പോകും. രാജാവിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തിയപ്പോൾ രാജാവിന് പ്രീതിയുള്ളവനാണെന്ന് മനസ്സിലായപ്പോൾ സർവത്തിലും അധികാരിയാക്കുവാൻ രാജാവ് ശ്രമിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവർ കൂട്ടം കൂടിയ ഇല്ലായ്മ ചെയ്യാനും താഴ്ത്തിക്കെട്ടാനും അവർ കൂട്ടം കൂടിയ. പക്ഷെ എങ്ങനെ നോക്കിയിട്ടും രാജാവിനെ വീഴ്ത്തുവാൻ അവർക്ക് പറ്റിയില്ല. ദാവീദ് പറയാ, സങ്കീർത്തനക്കാരൻ പറയുന്നുള്ളൂ, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പരസ്യമായി ഇവിടെ നിന്ന് ദൈവത്തെ ആരാധിച്ചാൽ എൻ്റെ ജീവൻ അപകടത്തിലാകും. അതുകൊണ്ട് തൻ്റെ വീട്ടിലേക്കൊരു മടക്കയാത്ര, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ നമ്മളെ വല്ലാതെ അലട്ടുമ്പോൾ നമുക്കും ആ മടക്കയാത്ര ആവശ്യമാണ്. നമ്മൾ പരദേശികളാ, എന്നാൽ ഞാനും നിങ്ങളെയും ഒക്കെ എല്ലാം മറന്ന് ജീവിക്കുന്ന ചില അവസ്ഥകളില്ലേ? ഈ ജീവിതത്തെ പഠിക്കുമ്പോൾ പ്രതിസന്ധി വല്ലാതെ നമ്മളെ അലട്ടുമ്പോൾ എനിക്ക് നിങ്ങൾക്കും എൻ്റെ വീട് ഒരു ആരാധനാലയമായി മാറ്റുവാൻ നമുക്ക് കഴിയും. അതിനുള്ള വിശുദ്ധി എൻ്റെ ഭവനത്തിലുണ്ടോ? ഒരു മാർഗം കണ്ടെത്താൻ ദാനിയേൽ ശ്രമിക്കുന്നില്ല, ഒളിച്ചോടുന്നില്ല. ദാനിയേൽ വ്യത്യസ്തനാകുക, തനിക്കെതിരെ കെണിയൊരുക്കിയ ആളുകളെ കണ്ടെത്തി ഒന്നും ചെയ്യുവാൻ തുനിഞ്ഞില്ല. തൻ്റെ ആലയത്തെ, തൻ്റെ ഭവനത്തെ ദൈവസാന്നിധ്യമുള്ള ഇടമാക്കി മാറ്റുക. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭവനവും ദൈവസാന്നിധ്യം ഉള്ള ഇടമാക്കി മാറ്റി കരുത്തുള്ളവരായി പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.